ഗിരീഷ് ഷേഡി ആൻഡ് കിരൺ ജോഷിയുടെ റൈറ്റിങ്ങിൽ സ്ക്രീൻ പ്ലേയിൽ ഗിരീഷ് ഷേഡിയുടെ ഡയറക്ഷനിൽ പുറത്തു വന്നിരിക്കുന്ന ബെത്ലഹേം കുടുംബ യൂണിറ്റിനെ കുറിച്ചുള്ള റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സിനിമയുടെ റിവ്യൂ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നമ്മളൊരു സിനിമയ്ക്ക് കയറിയിട്ട് ആ സിനിമ തുടങ്ങി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു 2-3 കോമഡി അങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ചിരിയാകുന്ന വികാരം അങ്ങോട്ട് പുഷ്പിക്കാൻ തുടങ്ങും അല്ലേ? ആ മൊട്ട് ഇങ്ങനെ വിടർന്ന് വരാൻ തുടങ്ങും. പക്ഷേ ആ വന്ന ആ 2-3 കോമഡി വെറും അളിഞ്ഞ കോമഡിയാണ്. ഒട്ടും ചിരി വരുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആ മൊട്ട അങ്ങോട്ട് കരിഞ്ഞ് താഴെ വീണ് പോകും, വേറെ ഒന്നും സംഭവിക്കില്ല. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഈ സിനിമയിൽ ഇങ്ങനത്തെ സംഭവങ്ങളെ ഉണ്ടാവുള്ളൂ എന്ന് നമ്മുടെ മനസ്സ് തന്നെ അങ്ങോട്ട് അതിനനുസരിച്ച് ചിന്തിച്ചു പോകും. എന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് വരുന്ന കോമഡികൾക്ക് ഒരുപക്ഷെ നമ്മുടെ മനസ്സ് സൂട്ടാവില്ല ചിരിക്കാൻ. അതായത് വിട്ട് അങ്ങോട്ട് ചിരിക്കാൻ സമ്മതിക്കില്ല. മിക്കവാറും അങ്ങനെ ഫസ്റ്റ് തന്നെ വന്ന കോമഡികൾ ഒരു സുഖമില്ലാത്തതാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ചിരി വരാത്തത്, അത് വേറെ കാര്യം. എന്നാൽ അവിടെ ചിലപ്പോൾ നല്ല കോമഡികൾ വന്നാലായി, അപ്പോൾ നമ്മൾ അവിടെ മാത്രം ചിരിക്കും. എന്നാൽ ഞാൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ വന്ന ഫസ്റ്റത്തെ 3 കോമഡികൾ നമ്മളെ വല്ലാതെ ചിരിപ്പിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ ആ ചിരിയാകുന്ന വികാരം ആ മൊട്ട് വിടർന്ന് പുഷ്പിച്ച് നമ്മളെ അങ്ങനെ അങ്ങോട്ട് കീഴടക്കും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് വരുന്ന കോമഡികളൊക്കെ എന്തായാലും ചിരിക്കാൻ പറ്റിയത് തന്നെയാണ് എന്ന് നമ്മുടെ മനസ്സ് തന്നെ അങ്ങോട്ട് തീരുമാനിക്കും. പിന്നെ അങ്ങോട്ട് ചിരിക്കാൻ അങ്ങോട്ട് നമ്മളെ വിട്ടുകൊടുക്കും. കാരണം എന്താ? ആ ഫസ്റ്റ് വന്ന കോമഡികൾ നല്ലതാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ടുള്ള കോമഡികളും തീർച്ചയായിട്ടും ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അങ്ങനെ തന്നെയാണ് പൊതുവെ സംഭവിക്കാറ്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ ചിരിച്ചുകൊണ്ടേയിരിക്കും. ആ ചിരിയാകുന്ന പൂവ് അങ്ങോട്ട് പുഷ്പിച്ചിട്ട് നമ്മൾ സന്തോഷത്തോടെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരികയും ചെയ്യും അല്ലേ? ഇതാണ് സംഭവിക്കുക. അപ്പോൾ ഈ സിനിമയിൽ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സിനിമയിൽ ചിരിച്ച് ഒരു ലെവല് കഴിഞ്ഞ് എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. അമ്മാതിരി കോമഡിയാണ് ഗിരീഷ് ഷേഡിയും കിരൺ ജോഷിയും കൂടി റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗിരീഷ് ഷേഡിയുടെ ഡയറക്ഷനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. അതേപോലെ തന്നെ പുള്ളിയുടെ ഇതിലെ ക്യാരക്ടറുകൾക്ക് പറ്റിയ നടന്മാരെയുള്ള പുള്ളിയുടെ സെലക്ഷനും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഈ സിനിമ നിവിൻ പോളിക്ക് വേണ്ടി തന്നെ ഗിരീഷ് ഷേഡി എഴുതിയതാണ് കേട്ടോ. അതിൽ യാതൊരു തർക്കവുമില്ല. ഗിരീഷ് ഷേഡിയുടെ ഡയറക്ഷൻ മികച്ചത്, അതേപോലെ തന്നെ പുള്ളിയുടെ സ്ക്രീൻ പ്ലേയും മികച്ചത്. അതവിടെ ഇരിക്കട്ടെ. ഇനി നിവിൻ പോളിയിലേക്ക് വരാം. നിവിൻ പോളി എപ്പോഴെങ്കിലും ഒരു സിനിമയുമായിട്ട് വരും, എന്നിട്ട് കേരളക്കരെ ആകെ അങ്ങോട്ട് മനസ്സ് കവർന്നിട്ട് പുള്ളി അങ്ങോട്ട് പോകും. പിന്നെ എപ്പോൾ വരും എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അടുത്തൊരു വലിയൊരു സംഭവമായിട്ട് വീണ്ടും വരും. അത് തന്നെയാണ് ഈ സിനിമയിലും നിവിൻ പോളിയുടെ ആ ഒരു മാജിക്ക്, അഭിനയ ആ ഒരു മികവ്. പുള്ളിയുടെ അഭിനയം കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുകയെന്നറിയോ? ഇയാളെപ്പോലെ ഒരാൾ നമ്മുടെ ചുറ്റുഭാഗത്ത് ആരോ ഒരാൾ തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അങ്ങനെ ഒരു ക്യാരക്ടറാണ് പുള്ളി സാധാരണ ചെയ്യുക. അതായത് കോമൺ സെൻസോടെ വളരെ റിയാലിറ്റി ആയിട്ട് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു അഭിനയമാണ് പുള്ളി ചെയ്യുക. പുള്ളിയുടെ കോമഡി ആകട്ടെ അഭിനയമാകട്ടെ, നമ്മുടെ ഇവിടെ ചുറ്റും ആരോ ഒരാൾ അയാളെ നമ്മൾ കാണും, നിവിൻ പോളി ആയിട്ട് തന്നെ കാണും. കാരണം അങ്ങനെ ഒരാളുണ്ടാവും. ഒരു പക്ഷേ ആ ക്യാരക്ടർ നമ്മൾ തന്നെ ആയിരിക്കാം, എല്ലാവരും അല്ല. നിവിൻ പോളിയുടെ ആ സിനിമയിൽ ചെയ്യുന്ന പുള്ളിയുടെ ആ ക്യാരക്ടറുകൾ ഉണ്ടല്ലോ പൊതുവേ, അങ്ങനെ ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കാം നമ്മൾ. അപ്പം നമ്മൾ ആ ക്യാരക്ടറിൽ അങ്ങോട്ട് ലയിച്ചു പോകും. അപ്പോൾ എന്തായാലും നിവിൻ പോളിയുടെ പോലത്തെ ക്യാരക്ടർ അല്ല ഞാൻ, പക്ഷേ എന്നാലും പുള്ളിയുടെ അഭിനയത്തിൽ വേറൊരാൾ നമ്മുടെ ചുറ്റുമുള്ള ഒരാളെ നമ്മൾ അപ്പം ചിന്തിച്ചിട്ട് ആ ഒരു കഥാപാത്രത്തിന് സൂട്ടായി മുന്നോട്ട് പോകും. അത് തന്നെയാണ് പുള്ളിയുടെ സിനിമകളിൽ സംഭവിക്കുക. ഈ സിനിമയിൽ പുള്ളി തകർത്തിട്ടുണ്ട് കേട്ടോ, ഒന്നും പറയാനില്ല. ഇത് നിവിൻ പോളിയുടെ സിനിമയാണ്. മമിത ബൈജു ഇതിൽ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. മമിത നല്ലൊരു ഹീറോയിനാണ്, നല്ലൊരു നടിയാണ്. പക്ഷേ നിവിൻ പോളിയുടെ മുന്നിൽ ഈ സിനിമയിൽ ടോട്ടൽ എല്ലാവരെയും ഞാൻ പറയാം, നിവിൻ പോളി അങ്ങോട്ട് ഈ സിനിമ കൊണ്ടുപോയി. ഈ ഓണത്തെ പുള്ളി അങ്ങോട്ട് കൊണ്ടുപോയി കേട്ടോ, ഒന്നും പറയാനില്ല.
ഇടവേളയ്ക്ക് തൊട്ട് മുമ്പ് ഒരു കാർ സീനുണ്ട്, കാറിൽ പുള്ളിയുണ്ട്, വേറൊരാളും ഉണ്ട്. അതാരാന്ന് ഞാൻ പറയുന്നില്ല, അവിടെ അങ്ങനെ ഇരിക്കട്ടെ, കാരണം അത് പറഞ്ഞാൽ പിന്നെ ബാക്കി പറയേണ്ടി വരും. ഈ ഒരു സിറ്റുവേഷനിൽ പുള്ളി എന്ത് ചെയ്യും എന്ന് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുക. അതായത് ലാലേട്ടൻ്റെ സിനിമകളിൽ ചില സീനുകൾ വരുമ്പോൾ ലാലേട്ടൻ ഇനി ഇവിടെ എന്താണ് ചെയ്യാൻ പോവുക എന്നുള്ള ഒരു ആകാംക്ഷയോടെ നമ്മൾ നോക്കിയിരിക്കും. ഞാൻ ലാലേട്ടൻ്റെ ആണ് കൂടുതൽ ഫാൻ കേട്ടോ, അതുകൊണ്ടാണ് ലാലേട്ടൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ നിവിൻ പോളി ഈ സീനിൽ എന്ത് ചെയ്യും എന്ന് നോക്കിയിരുന്ന പുള്ളി പൊളിപ്പിച്ച് കളഞ്ഞു. ഇങ്ങനെയും ഈ ഒരു കാര്യം പറയാൻ പറ്റുമോ? ഇങ്ങനെയും ഇതിനെ അങ്ങോട്ട് ഡയലോഗ് വെക്കാൻ പറ്റുമോ എന്ന് ചിന്തിപ്പിച്ചു പോയി. കാരണം ഗിരീഷ് ഏടി നിവിൻ പോളിനെ ചിന്തിച്ച് തന്നെ ഇത് എഴുതിയിരിക്കുന്നതുകൊണ്ട് ആ കാറിൻ്റെ ഉള്ളിൽ പുള്ളി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അതിന് പറ്റിയ ക്യാരക്ടർ നിവിൻ പോളി ആയതുകൊണ്ട് ആ രീതിയിലുള്ള ഡയലോഗ് എഴുതി കൊടുത്തിരിക്കുന്നു. ഇങ്ങനെയും ഈ കാര്യം പറഞ്ഞ് സിനിമ മുന്നോട്ട് പോകാൻ പറ്റും എന്ന് അവിടെ തെളിയിച്ചിരിക്കുകയാണ് ഡയറക്ടർ ഗിരീഷും അതേപോലെ തന്നെ നിവിൻ പോളിയും ചേർന്നിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് തന്നെ ഇൻ്റർവെല്ലാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഈ രീതിയിൽ തുറന്ന് പറഞ്ഞ മറ്റൊരു സീന് ഞാൻ അടുത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അടുത്തൊന്നുമല്ല, എൻ്റെ ഒരു ഓർമ്മയിൽ ഇതിങ്ങനെയും പറയാൻ പറ്റുമെന്ന് ഞാൻ അന്തപ്പെട്ട് നോക്കിയിരുന്നു. അതാണ് ഞാൻ എന്താ ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കാരണം സിനിമ പോയിട്ട് ആ കാർ സീനിലാണ് എത്തുന്നത് ഇടവേളയ്ക്ക് മുമ്പുള്ള. അതേപോലെ തന്നെ സിനിമയുടെ അവസാനവും ഇതേപോലത്തെ ഒരു സീനുണ്ട്. അപ്പോൾ പുള്ളി പോയിട്ട് തിരിച്ചു വന്നിട്ട് അങ്ങനെ നിന്നിട്ട് പുള്ളിയുടേതായ ഒരു രീതിയിൽ ആ വർത്താനം പറയുമ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. എന്തായാലും പുള്ളി ഒരു റിയലായിട്ടുള്ള ക്യാരക്ടറുകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് ഈ സിനിമയിലും നിവിൻ തെളിയിച്ചിരിക്കുകയാണ്. ഇനി നിവിൻ്റെ കാര്യം അവിടെ ഇരിക്കട്ടെ. റോഷൻ ഷാനവാസും സംഗീത് പ്രതാപും ഇതിലുണ്ട്. സംഗീത് പ്രതാപിനെ കുറിച്ച് അറിയാം, പുള്ളി ഉണ്ടെങ്കിൽ ചിരിച്ച് മതിയാവും. പുള്ളി നല്ലൊരു കൊമേഡിയനാണ്. റോഷൻ ഷാനവാസൊക്കെ ഇത്രയധികം കോമഡി ചെയ്യുന്ന ഈ സിനിമയിലാണ് എനിക്ക് മനസ്സിലായത്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ക്യാരക്ടർ റോഷൻ ഷാനവാസിന് ഗിരീഷ് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ചെയ്യാൻ പറ്റിയത്. എന്തായാലും റോഷൻ ഷാനവാസ് അത് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഇടവേളയ്ക്ക് ശേഷമുള്ള പുള്ളിയുടെ ആ ഒരു അപ്രത്യക്ഷ മേഖലയൊക്കെ തിയേറ്റർ മുഴുവൻ ചിരിയായിരുന്നു. ഈ സിനിമ കഴിഞ്ഞിട്ട് അവസാനം ഈ സിനിമയുടെ സംവിധാനം ഗിരീഷ് എന്ന് എഴുതി വന്നപ്പോൾ എല്ലാവരുടെ ഒപ്പവും ഞാനും കയ്യടിച്ച് പോയിട്ടോ. ഞാനങ്ങനെ കയ്യടിച്ചൊന്നും സിനിമ കാണാറില്ല. ഞാൻ ഈ സിനിമയ്ക്ക് കയ്യടിച്ചിട്ട് തന്നെ ഇറങ്ങിയത്. കാരണം എവിടെയും ഒരു കുറവ് ഈ സിനിമയ്ക്ക് പറയാനില്ല. അമ്മാതിരി കോമഡി, അത് കോമഡി എന്ന് മാത്രമല്ല, ആ ഒരു റിയലായിട്ടുള്ള സംഭവങ്ങളിൽ നിന്നുള്ള കോമഡി. അതേപോലെ ഒരു കിണറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡയലോഗ് മുകളിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ടിൽ പറയുക. സുരേഷ് കൃഷ്ണ ഇതിലുണ്ട്. പുള്ളി ഫുള്ള് കോമഡിയാട്ടോ. പുള്ളി ഇപ്പോൾ അടുത്തൊക്കെ കോമഡിക്കായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലോ. ഈ സിനിമയിൽ പുള്ളി ഫുള്ള് കോമഡിയാണ്. പുള്ളി പറയാണ് ചെരുപ്പിട്ടിട്ട് അതിലേക്ക് വീണിട്ട് ഇത് കിണർ കൊളാക്കിയല്ലോ എന്ന്. അങ്ങനെ ഒരു കോമഡി. അത് വെറുതെ അതിലേക്ക് തിരികെ കയറ്റിയിരിക്കുകയാണ്. ചിരിച്ച് ഇവരുടെ തിരികെ കയറ്റൽ കാരണം എവിടെ ചിരിക്കും എവിടെ ഇതാകും ഒരു പിടുത്തവും ഇല്ല. ചിരിച്ച് ആ ഒരു വഴിയാണ്. ഇനി ഇടവേള കഴിഞ്ഞ ഭാഗത്തുനിന്ന് പോയിട്ട് ഒന്നുകൂടി ഇരുന്ന് കണ്ട് ബാക്കിക്ക് കൂടി ചിരിക്കാൻ തോന്നുകയാണ്. കാരണം ഇടവേള കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴേക്ക് ചിരിച്ച് ഫീസ് പോയി. അതിനുശേഷം തിയേറ്ററിൽ ചിരിക്കുന്നുണ്ട് അവിടെ എല്ലാവരും, പക്ഷേ ചിരിക്കാൻ പറ്റുന്നില്ല. അത്രയും കോമഡി നിറച്ചിരിക്കുകയാണ്. പിന്നെ ശ്യാം മോഹൻ പ്രേമലൂല് എന്ത് അവസ്ഥയിലാണോ വന്നത് അതേപോലെ ഒരു കഥാപാത്രം പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. പുള്ളിയും തകർത്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കേരളമാകുന്ന നമ്മുടെ ആ ഒരു കുടുംബ യൂണിറ്റ് അല്ലേ, ഒറ്റൊരു കുടുംബ യൂണിറ്റ്, അതിലുള്ള എല്ലാ സിനിമാ പ്രേക്ഷകരും കണ്ടിരിക്കേണ്ട, എൻജോയ് ചെയ്യേണ്ട മൂവി തന്നെയാണ്. നമുക്ക് പോയി കാണാം. ഞാൻ കണ്ടു, ഞാൻ എൻജോയ് ചെയ്തു. ഇനി നിങ്ങളും പോയിട്ട് കാണുക. ഈ സിനിമ ഈ ഓണം എന്തായാലും ബെത്ലഹേം കുടുംബ യൂണിറ്റ് തൂക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല.